അലമാരി ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റി അനുദിന ജീവിത പാതയതിൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയത്ത് ഫിലദൽഫിയ ആസ്ഥാനമായി 1995 പ്രിയ ഉണ്ണിച്ചാനും തങ്കമ്മാമയിൽ കൂടി ആരംഭിച്ച പ്രയർ പാർട്ണർഷിപ്പ് ഫെലോഷിപ്പിൽ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ സാക്ഷ്യം നിർവഹിപ്പാൻ ലഭിച്ച സമയത്തിനു വേണ്ടി സ്തോത്രം. എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാം. 2015 മുതൽ ഞാൻ ചില പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ട ഈ പ്രയർ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഒരു ഫലപ്രദമായിട്ടാകുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത്. നിങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചന ദൈവം നമുക്ക് വിളമ്പിത്തരും. ദൈവവചനത്തിൽ കൂടി എൻ്റെ അനുഭവ സാക്ഷ്യവും ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അതിനായി എടുത്തിരിക്കുന്നതായുള്ള വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യമായി രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുന്നു. അത് ഇപ്രകാരമാണ്: എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. ഒരു കോൽ വെട്ടി എറിഞ്ഞു, അത് പൊങ്ങി വന്നു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരമസമ്പന്നനി ധരണിയിലേറ്റം, പരമസമ്പന്നനി ധരയിലേറ്റം ദരിദ്രനായി തീർന്നു സോ മനസാൽ. നിരുപമ പ്രഭയാണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും വെറിയ സംഗതിയോ. ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നവാന്യമോ. ദൈവ കരുണയിൻ ധനമാഹാത്മ്യം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ചിന്തയും അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ മിശിഹ മൂലം സഹായിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രാരംഭം ചില മിനിറ്റുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ദൈവവചനത്തോട് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പറഞ്ഞല്ലോ, സജി PM പള്ളിക്കൽ. ഹല്ലേലൂയ. ഞാൻ ഡാളസിൻ്റെ പ്രദേശത്ത് കരോൾട്ടൺ മർത്തോമ ഇടവകയിൽ ഹല്ലേലൂയ ഉൾക്കൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. 1982 എൻ്റെ പിതാവ് നടത്തപ്പെട്ട കൂട്ടായ്മയിൽ, ആ കൂട്ടായ്മയിൽ കൂടി രക്ഷിക്കപ്പെട്ടു വന്നതാണ് ഉണ്ണിച്ചാനും സഹോദരങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനും അതിനുശേഷം ജോലിയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവഭാഗ്യം ലഭിച്ചു. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കറ്റാണത്ത് സെൻറ് തോമസ് മിഷൻ ആശുപത്രിയിലെ എക്സ്റേ ECG ടെക്നീഷ്യനായിട്ടൊക്കെയും വർക്ക് ചെയ്യുവാൻ ദൈവഭാഗ്യം ലഭിച്ചു. അതിനുശേഷം 13 വർഷക്കാലം കുവൈറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ എംബസിയുടെ കീഴിലുള്ള സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. 2013 മെയ് മാസം 21-ാം തീയതി അമേരിക്കയുടെ പ്രദേശത്തിൽ ഞങ്ങൾക്ക് സഹോദരന്മാർക്ക് എല്ലാവരും ഒരുമിച്ച് ഡാളസിൻ്റെ പ്രദേശത്തെ കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചു. എന്നാൽ ജീവിതത്തിൽ ഹല്ലേലൂയ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെയും എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യണം. ഞങ്ങൾ ഹല്ലേലൂയ പള്ളിക്കലിൻ്റെ പ്രദേശത്ത് മാതാവിനും പിതാവിനും 12 മക്കളുണ്ട്. അതിൽ 8ാമത്തെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഇതിൽ ചുരുക്കം ചില പേർ ഷിക്കാഗോയിലുണ്ട്,
ബാക്കിയുള്ളവർ ഇവിടെയുണ്ട്, ബാക്കിയുള്ളവർ നാട്ടിലുമായിട്ട് ആക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. അമ്മാമ്മ ഇപ്പോൾ പറഞ്ഞൊരു വാക്യം പറഞ്ഞല്ലോ, 139 സങ്കീർത്തനം 71 വാക്യമാണ്, ഞാൻ കഷ്ടതയിലായത് ഗുണമായി നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ അതെനിക്ക് ഏറ്റവും. കഷ്ടത ദൈവം നമുക്കൊരു വാഗ്ദത്തമാണ്. ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, കഷ്ടവും സങ്കടവുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അവൻ വീഴാതെ താഴാതെ തൻ്റെ ഉള്ളംകരങ്ങളിൽ എന്നെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. നാട്ടിലായിരുന്നപ്പോൾ വലിയൊരു ആക്സിഡൻറ്റിൽ എൻ്റെ വണ്ടി ഹല്ലേലൂയ മാരുതി വാന് ഹല്ലേലൂയ തകർന്ന് ഹല്ലേലൂയ മരണത്തോട് മല്ലടിച്ചിട്ടാണ് 2000-ൽ ഹല്ലേലൂയ ദൈവം എന്നെ രക്ഷിച്ചത്. ഹല്ലേലൂയ 2005-ൽ ഹല്ലേലൂയ കുവൈറ്റിൻ്റെ പ്രദേശത്ത് കാലിനൊരു വേദനയായിട്ട് മുബാറക് ആശുപത്രി ചെന്നപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാതെ ഹല്ലേലൂയ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അത് ഹല്ലേലൂയ എനിക്ക് അലർജിയായി, അനാഫിലിക് ഷോക്കായി, വെന്റിലേറ്ററിലായി. മരണത്തോട് മല്ലടിച്ച് എല്ലാവരും പറഞ്ഞു മരിച്ചു പോയെന്ന്, ഇനി എഴുന്നേൽക്കത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ രാത്രിയിൽ ഹല്ലേലൂയ കുവൈറ്റ് മർത്തോമായ ഇടവകയിലെ അച്ഛന്മാരും ഇടവ മിഷൻ ഭാരവാഹികളെ കടന്നു വന്നു. ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണു തുറന്നു, കാലനക്കി, എൻ്റെ വെന്റിലേറ്റർ മാറ്റി. മരണത്തിൽ നിന്ന് ദൈവം അവിടെ നിന്ന് രക്ഷിച്ചു. എന്നാൽ ഹല്ലേലൂയ 2013 ഇവിടെ വന്നു. ഡാളസിലെ പ്രദേശ് കോളേജിലൊക്കെ പഠിച്ചു, ടെലിമെട്രിയൊക്കെ പഠിച്ചു. അന്ന് ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു, ദൈവമേ ഹല്ലേലൂയ എൻ്റെ വൈഫ് ഇവിടെ വന്നു, 6 പാസ്സായി. അന്ന് ഞങ്ങൾ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന സാലറിയോട് ഹല്ലേലൂയ എൻ്റെ വൈഫിന് കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചിട്ട് കർത്താവിന് വേല ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഹല്ലേലൂയ പലരും അത് ചിരിച്ചു. ഹല്ലേലൂയ എക്സ്പീരിയൻസ് ഇവിടെ ഇല്ലാത്തവർക്ക് എങ്ങനെ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഹല്ലേലൂയ അന്ന് ദൈവം എനിക്ക് നൽകിയൊരു വാക്കും പാട്ടുമുണ്ട്. ഞാൻ ദൈവത്തോട് പല കാര്യം ചോദിച്ചു, ദൈവം എനിക്ക് തന്നില്ല. ചോദിക്കാതെ പലതും തന്നു, അത് ചോദിച്ചതിലും വലുതാണ്. ഹല്ലേലൂയ. ഞാൻ $10 ചോദിച്ചുള്ളൂ, അതെനിക്ക് തന്നില്ല. എന്നാൽ തന്നത് 15 ഇത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. എന്നാൽ 2015-ൽ എനിക്ക് ഹല്ലേലൂയ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹല്ലേലൂയ 2 സ്റ്റെന്റ് ഇട്ടു. ലാൻഡിന് ഹല്ലേലൂയ ലാൻഡിന് 95, സർക്കംഫ്ലക്സിന് 99%. 2 സ്റ്റെന്റ് ഇട്ടു. അതിനുശേഷം കാലിനൊരു വീക്ക്നെസ് വന്നു. 1 മാസം റീഹാബിലൊക്കെയുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ പിന്നെ വോക്കറയിലായി, പിന്നെ വീൽ ചെയറിലായി. എന്നാൽ അതിനുശേഷം പല ടെസ്റ്റുകൾ ചെയ്തു, ഒന്നും കണ്ടുപിടിക്കുന്നില്ല. അവസാനം ഹല്ലേലൂയ ഒരു ന്യൂക്ലിയർ MRI എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പൈനൽ കോഡിലേതോ തടഞ്ഞിരിക്കുന്നു. T39 തൊട്ട് T9 വരെ ഹല്ലേലൂയ ഏതോ തടഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു ക്യാൻസർ ആവാം, ബ്ലഡ് ക്ലോട്ട് ആവാം, ഹല്ലേലൂയ ട്യൂമർ ആവാം, ഫാറ്റ് ആവാം എന്നൊക്കെയും പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ ബാക്കിൽ 1 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്ത് 5 സ്റ്റേജിൽ അത് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ബയോപ്സി ചെയ്തപ്പോൾ ഹല്ലേലൂയ അത് ഫാറ്റായിരുന്നു. എന്നാൽ ഞാൻ അവിടെ റീഹാബിൽ ആശുപത്രിയിൽ വീണ്ടും 1 മാസത്തോടെ കിടന്നു. അതിനുശേഷം ഞാൻ പിടിച്ചൊക്കെ നിന്നതാണ്. എന്നാൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ പിന്നെ ഹല്ലേലൂയ ഉണ്ടായി. ഹല്ലേലൂയ സെപ്റ്റിസീമിയ ബാധിച്ചുകൊണ്ട് ഹല്ലേലൂയ 13 ദിവസം വെന്റിലേറ്ററിലും 15 ദിവസം ഹല്ലേലൂയ ICUവിലും കിടന്നു. എന്നാൽ ഇനിയും ജീവിതമില്ല. എൻ്റെ സഹോദരങ്ങളും കസിൻസും ഒക്കെ അമേരിക്കയുടെ പല പ്രദേശത്തും തന്നെ എന്ന് കാണാൻ വന്നു, ഹല്ലേലൂയ ജീവനോടെ കാണുവാൻ. എന്നാൽ ഹല്ലേലൂയ ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷയില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളുവാൻ പറഞ്ഞു. ഒരു മാംസപിണ്ഡമായി ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു എന്നതുപോലെ എൻ്റെ സഹോദരന്മാരെല്ലാം, ഞങ്ങൾ അടുത്തടുത്ത വീടുകളാണ്, 5 പേര് ഡാളസിൽ. അവരെല്ലാം വന്ന് എന്നെ ഹല്ലേലൂയ ആവശ്യമേറിയ ശുശ്രൂഷയൊക്കെ തന്നു. എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു, എൻ്റെ കരങ്ങൾ ഒക്കുന്നില്ല. ഹല്ലേലൂയ എല്ലാം മറന്നുപോയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യമേറിയ കരം അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ പറ്റി. എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റി. ഹല്ലേലൂയ വാഹനത്തിൽ കയറുവാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം അടുത്ത വർഷം വീണ്ടും ഒരു അറ്റാക്ക് കൂടെ. വീണ്ടും ഹല്ലേലൂയ
2 സ്റ്റെൻറ്റ് വീണ്ടും ഇട്ടു. അങ്ങനെ 4 സ്റ്റെൻറ്റ് ഇട്ടു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. 2023 ഹല്ലേലൂയ വീണ്ടും ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് കാലുമൊക്കെ മടക്കി പിടിച്ചൊക്കെ നിന്നാണ് ഒരു ഹല്ലേലൂയ മുട്ടയിലൊക്കെ ഇരുന്നുകൊണ്ട് ഒരു യോഗ പോലൊക്കെ ചെയ്തതാണ്. എന്നാൽ ആ സ്ഥാനത്ത് ടിക്കുന്നൊരു സൗണ്ട് കേട്ടു. ഹല്ലേലൂയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർമാർ ചോദിച്ചു എന്തിനാ വന്നേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ER ചെന്നപ്പോൾ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഫീമറിന് ഹല്ലേലൂയ ഒരു ഫ്രാക്ചർ. എങ്ങനെയാണെന്നറിയാമോ? ഒരു സ്പൈറൽ ഫ്രാക്ചർ വന്നു. അത് ഓപ്പറേഷൻ ചെയ്തു. 13 സ്ക്രൂവ്, 2 പ്ലേറ്റ്, 3 വയറുമിട്ട് എൻ്റെ കാലിനെ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടുന്നൊക്കെയും വീണ്ടും ദൈവം എന്നെ രക്ഷിച്ചു. പിന്നെ പല ദിവസങ്ങളൊക്കെ ആശുപത്രികളൊക്കെയുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ 2018 ഞാൻ തുടങ്ങിയതാണ് അനുദിന വേദചിന്തയെന്നും പറഞ്ഞ്. ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഒരു പാട്ട്, ഒരു ദൈവവചനം, ഹല്ലേലൂയ അതിനുശേഷം ഒരു പ്രാർത്ഥന, എല്ലാം 5 മിനിറ്റ് കൊണ്ട് മാത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ചില ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാലും ഹല്ലേലൂയ മാസത്തിൽ 1, 2, 3 ഹല്ലേലൂയ ദൈവവചന ശുശ്രൂഷ. ഹല്ലേലൂയ ഞാൻ ഈ അനുദിന വേദചിന്തയിൽ കൂടിയും ഫേസ്ബുക്കിലും യൂട്യൂബിലും സജി PM പള്ളിക്കൽ നിങ്ങൾ നോക്കിയാൽ മതി. എന്നാൽ ഈ വർഷം വിചാരിച്ചു ദൈവമേ ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ കണ്ടിട്ട് വരുമ്പോൾ എന്തൊക്കെയായാലും ഒരു അഡ്മിഷനുണ്ട്. എന്നോട് ചോദിച്ചു ഒരു അഡ്മിഷൻ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ ഏപ്രിൽ മാസം ഹല്ലേലൂയ 28-ാം തീയതി ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്ത് ബ്ലഡ് വൊമിറ്റ് ചെയ്ത് എൻ്റെ ഈ സ്വഭാവത്തിൻ്റെ മുകളിൽ ഹല്ലേലൂയ ഒരു മുറിവുണ്ടായിട്ട് ഹല്ലേലൂയ അത് ഓപ്പറേഷൻ ചെയ്ത് ക്ലിപ്പിട്ട് ഹല്ലേലൂയ റെസ്റ്റിലൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ ഹല്ലേലൂയ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പല പ്രാവശ്യവും റോസിമാമയും ഹല്ലേലൂയ ഉണ്ണിച്ചാനും തങ്കമ്മാമയും ഒക്കെയും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ പ്രസംഗിക്കണം. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ ഫേസ് ടു ഫേസ് ആണ് ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ ഇപ്രാവശ്യം അമ്മാമ്മ ഇവിടെ ഞങ്ങളെ കാണുവാനായിട്ട് ഒരാഴ്ചയോടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു സജിമോനെ നീ ഒന്ന് സാക്ഷിയൊക്കെ പറയണം, ഒരു ദൈവവചനം പറയണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇങ്ങനൊരു അവസരം ഒരുക്കിയത്. അവസരം തന്ന ഹല്ലേലൂയ ഉണ്ണിച്ചാനോട് തങ്കമ്മാമയോടും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു. വായിച്ച ദൈവവചനത്തോട് നമുക്ക് ഹല്ലേലൂയ ഒരു കൂറ് പുലർത്തണമല്ലോ. വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ ഇരട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഹല്ലേലൂയ രാജാക്കന്മാരുടെ പുസ്തകം. ഇരട്ട പുസ്തകം എന്ന് പറഞ്ഞാൽ ശമൂവേൽ പ്രവചനം, ഹല്ലേലൂയ രാജാക്കന്മാരുടെ ദിനവൃത്താന്തം പഴയ നിയമത്തിലെ. ആ ഇരട്ട പുസ്തകത്തിലെ 2ാമത്തെ പുസ്തകമാണ് യിരെമ്യാ പ്രവചനം. ഇത് എഴുതിയത് ആരാണെന്ന് യാതൊരു തെളിവുമില്ല. എന്നാൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് ഹല്ലേലൂയ അവർ പറയുന്നത് യിരെമ്യാവ് ആണ് ഹല്ലേലൂയ ഇത് എഴുതിയത് എന്ന്. ആരെഴുതിയാലും ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിവരുത്തി ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വായിച്ച വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തുറന്നോട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ഹല്ലേലൂയ രാജാക്കന്മാരുടെ പുസ്തകം തുടങ്ങുന്നത് 2-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഏലിയാവിൽ നിന്ന് ഏലീശ ശുശ്രൂഷ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഗിൽഗാൽ നിന്ന് നീക്കിയ സ്ഥലം, യോർദാൻ ഹല്ലേലൂയ ഉടമ്പടി വെച്ച സ്ഥലം, ഹല്ലേലൂയ എരിഹോം നിരാശയുടെ ശപിക്കപ്പെട്ട നാശപട്ടണത്തിൽ നിന്നും ഹല്ലേലൂയ മരണഭയമുള്ള യോർദാനിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കുകൊണ്ട് ഹല്ലേലൂയ
ഈ എലീശ മുന്നോട്ട് പോവുകയാണ്. പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളുടെ കടങ്ങളൊക്കെയും വീട്ടിട്ട് ആരാം രാജാവിന്റെ സേനാപതിയായ നയമാന്റെ കുഷ്ഠം മാറ്റിയിട്ട് ഗേഗസി ഹല്ലേലൂയ വസ്ത്രം മേടിക്കുവാനും ദ്രവ്യം സമ്പാദിക്കാനും ഒലിവുതോട്ടമൊക്കെ ഉണ്ടാക്കാൻ പോയ സമയം ഇതാണോ എന്ന് ചോദിച്ച് ഹല്ലേലൂയ നയമാന്റെ കുഷ്ഠം അവനും അവന്റെ സന്തതിക്കും വരുത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഈ പ്രവാചകന്റെ അടുക്കൽ ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയുടെ വെളിച്ചത്തിൽ കടന്നു വന്ന ജനം അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അല്ലയോ പ്രവാചക, നമ്മൾ ഇത്രയും പേര് കൂടി വന്നിരിക്കുന്നു. നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അടുക്കൽ ഹല്ലേലൂയ ഇരിക്കുവാനായിട്ട് സ്ഥലമില്ല. നമുക്കൊരു ഷെഡ് പണിയുവാൻ, ഒരു ആലയം പണിയുവാൻ നമുക്ക് യോർദാന്റെ നദിയുടെ തീരത്ത് പോയി ഒരു മരം മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, യജമാനനെ അങ്ങുകൂടി വരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ അവനും പോയി. നമുക്കറിയാം, ഇന്നുള്ളതായുള്ള നേതൃത്വം നൽകുന്നവർ നമ്മളെ പറയും, നിങ്ങൾ പോയി ഹല്ലേലൂയ ചെയ്തു, ഞാൻ പുറകെ ഉണ്ടെന്ന്. എന്നാൽ എലീശ അങ്ങനെയല്ല, അവരുടെ കൂടെ പോയി. അങ്ങനെ അവർ മരം യോർദാന്റെ തീരത്ത് നിന്ന് മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു മനുഷ്യന്റെ കോടാലി വെള്ളത്തിൽ പോയി. അവൻ, അയ്യോ യജമാനനെ, വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്, അയ്യോ യജമാനനെ ഹല്ലേലൂയ, എൻ്റെ കോടാലി വെള്ളത്തിൽ പോയി, അത് ഞാൻ വായ്പ വാങ്ങിച്ചതാണ്, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ പ്രവാചകൻ ദൈവപുരുഷൻ ചോദിച്ചു, അത് എവിടെയാണ്? അത് ഹല്ലേലൂയ അവൻ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കോല് വെട്ടിയെറിഞ്ഞു, അത് പൊങ്ങി വന്നു. ഇന്ന് ഇതിനകത്തുള്ള ചില ആത്മീകമായ സത്യങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഹല്ലേലൂയ? ഞാൻ ഇതിനകത്തുള്ള ആത്മീക സത്യം നിങ്ങളോട് പറഞ്ഞു. വെള്ളത്തിൽ വീണ കോടാലി ഹല്ലേലൂയ ആരെന്ന് ചോദിച്ചാൽ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. യോർദാൻ നദി എന്ന് പറഞ്ഞാൽ അത് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ പാപമാണ്. ഈ മുറിക്കപ്പെട്ട കൊമ്പ് ആരാണ്? യേശു ക്രിസ്തു. എന്നാൽ ഈ കഥയിലോട്ട് നമുക്ക് പറയാം, ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ യോർദാന്റെ അഗാധ കൂപത്തിൽ പോയപ്പോൾ അവൻ നിലവിളിച്ചു. ആ നിലവിളിയുടെ മുന്നിൽ ഇതാവും നമുക്ക് വേണ്ടി കാൽവരിലെ ഉന്നതത്തിൽ നിന്നും താഴെ ലോകത്തോട്ടൊരു കൊമ്പ് ഇറങ്ങി വന്ന് അവൻ നമ്മെ രക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ഇതിനകത്തുള്ള ആത്മീക സത്യം നാം ഷെയർ ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ കോടാലിയുടെ അവസ്ഥ. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ കോടാലിയുടെ മാനസാന്തരം. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ കോടാലിയുടെ സാക്ഷ്യം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഹല്ലേലൂയ ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ ഇത് കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം ഹല്ലേലൂയ നമ്മുടെ കണക്കിലെ ചില സിമ്പലുമായിട്ട് നമ്മൾ ചേർന്ന് പിടിക്കണം. കണക്കിലെ ഹല്ലേലൂയ ചില സിമ്പൽ, മാത്തമാറ്റിക്സിലെ ചില സിമ്പൽ എന്തുവാണ്? ഹല്ലേലൂയ ഞാനും ദൈവവചനവുമായിട്ട് ഒന്നാമത്തെ സിമ്പൽ നമ്മുടെ പ്ലസ് ആണ്. ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മോട് കൂട്ടിച്ചേർത്താൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഈ ദൈവവചനം നമ്മളോടൊന്ന് ഹല്ലേലൂയ ഗുണിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ചെയ്താൽ അത് ഇരട്ടി അനുഗ്രഹമായിരിക്കും ദൈവവചനം കേട്ടനുസരിച്ചാൽ. അത് തന്നെയുമല്ല, ദൈവവചനം കേട്ടിട്ട് നമ്മൾ ഹല്ലേലൂയ നമ്മളൊന്ന് മൈനസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ സാധിക്കും. കുറവുകളെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അത് തന്നെയുമല്ല, ഈ ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് ഹരിക്കുമ്പോൾ, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടത് ഏതാണോ? ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 18 വാക്യങ്ങൾ പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളും ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്കം, ക്രോധം, മദ്യപാനം, ദ്വന്ദ്വപക്ഷം, പിന്നെ അസൂയ മാറിക്കളഞ്ഞിട്ട് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത ആയിത്തീരണമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ അവസ്ഥ, കോടാലിയുടെ അവസ്ഥ, അത് പറയുകയാണ്, അത് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ഒരനുഭവം ഹല്ലേലൂയ നമ്മുടെ ജീവിതമല്ലേ? പാപത്തിൻ്റെ ശമ്പളം മരണമായി. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോൾ
ഹല്ലേലൂയ അവിടുന്ന് നഷ്ടപ്പെട്ടു. ലൂക്കോസിന്റെ 15-ാം അധ്യായത്തിൽ അപ്പൻ്റെ ഇളയ മകൻ ഹല്ലേലൂയ അവൻ അപ്പനിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവേ ഞാൻ പാപം ചെയ്തപ്പോൾ നിന്നിൽ നിന്നുള്ള സന്തോഷമാണെന്നു എന്നെ പോയി, അതെനിക്ക് തിരികെ തരണമേ. അതുകൊണ്ട് ഒന്നാമത്തെ അവസ്ഥ നമ്മൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ അവൻ വിളിച്ചു പറയുന്നു. എന്താണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ ഹല്ലേലൂയ പുത്രനെ നിങ്ങൾ ചുംബിക്കുവിൻ. ഹല്ലേലൂയ വഴിയിൽ നശിക്കുവാൻ നമുക്ക് സാധ്യതകൾ പലതുമുണ്ട്. ഹല്ലേലൂയ വഴി നശിക്കുവാൻ സാധ്യതയില്ലേ? ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ ജോസഫിൻ്റെ അടുക്കൽ സഹോദരന്മാർ വന്ന് അപ്പൻ്റെ അടുക്കലോട്ട് പറഞ്ഞു വിടുമ്പോൾ പറയുന്നു, നിങ്ങൾ വഴിയിൽ ശണ്ട കൂടരുത്. വഴിയിൽ ശണ്ട കൂടാൻ നമ്മൾ നശിക്കുവാൻ സാധ്യതയുണ്ട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ വഴി യാത്രയിൽ നിങ്ങൾക്ക് ക്ഷീണം സംഭവിക്കും. ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ ലോത്തിനോടൊക്കെ പറഞ്ഞ് നിങ്ങൾ പുറകോട്ട് നോക്കരുത്, വഴിയിൽ നോക്കിയാൽ നിങ്ങൾ താളടിയായി പോകും. അതുകൊണ്ട് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമ്മളോട് പറയുന്നുണ്ട്, വഴിയിൽ നമുക്ക് ഭീതിയുള്ളതായിത്തീരും. എന്താണ് വഴിയിൽ? യൗവനകാലത്തിൻ്റെ സൃഷ്ടാവിനെ അറിയണം. ദുർദിവസം വരും, നിനക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലവും വരും. കാരണം എന്താണ്? നിന്റെ കല്ലിലെ സൂര്യനും ചന്ദ്രനും അസ്തമിക്കുന്നതായുള്ളൊരു സുദിനം നിനക്ക് വരും. നിന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടിൻ്റെ അനുഭവം വരും. അതുകൊണ്ട് നീ നശിക്കുവാൻ സാധ്യതയുണ്ട്. നീ യൗവനക്കാരാ, നിന്റെ സൃഷ്ടാവിനെ അറിയണം. അവിടെ പറയാണ്, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. ഹല്ലേലൂയ നിന്റെ കൈ ശരീരവുമായിട്ട് പറയാണ്, നിന്റെ കൈ വിറയ്ക്കും. അന്ന് ബലവാന്മാർ കുനിയും, നിന്റെ നട്ടല് പോകും. അരയ്ക്കുന്നവർ ചുരുക്കമാകും, നിന്റെ പല്ലുകൾ പൊടിഞ്ഞു പോകുവാൻ. കിളിവാതികൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. നിനക്ക് കാഴ്ച അന്ന് നഷ്ടപ്പെടും. തെരുവിലെ കഥകൾ അടയും. നിന്റെ ചെവിയുടെ ശബ്ദം നിനക്ക് മന്ദമായി തീരും. അരയ്ക്കുന്നവർ ചുരുക്കമാകും, പല്ലുകളൊന്നുമില്ലാതെ മോണ മാത്രം കൊണ്ട് പാട്ടുകാരത്തികളൊക്കെയും തളരും. അന്ന് നിന്റെ നാവുകളൊക്കെയും പോകും. അന്ന് വഴിയിൽ ഭീതിയുള്ളതായിത്തീരും. നീ കയറ്റത്തെ പേടിക്കും. പ്രായമാകുമ്പോൾ യൗവനത്തിൽ നിനക്കെല്ലാം ഓടിച്ചേർക്കാം. അന്ന് രോചനക്കുരു ഫലിക്കുകയില്ല. അന്ന് മരുന്നുകൾ കഴിച്ചാൽ നിനക്ക് ഏൽക്കത്തില്ല. പ്രായമാകുമ്പോൾ വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി നടക്കും. നിന്നെ അടക്കിയിട്ട് മറ്റുള്ളവർ പള്ളിയുടെ സെമിത്തേരിയും വഴിയിലും ചുറ്റി നടക്കും. അന്ന് പൊൻകിണ്ണം തകരും, നിന്റെ ഹാർട്ടുകൾ തകർന്നു പോകും. ഉറവെങ്കിലെ കുടം ഉടയും, നിന്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നിൽക്കും. അന്ന് നീ ശാശ്വത ഭവനത്തിലോട്ട് കടന്നു പോകും. യൗവനക്കാരാ, ഹല്ലേലൂയ നിന്റെ ആദ്യത്തെ അവസ്ഥ, നീ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിന്നെ മാടി വിളിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. രണ്ടാമതായിട്ട് ഹല്ലേലൂയ ഈ കോടാലിയായ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം, കർത്താവേ എൻ്റെ ജീവിതം ഒന്നാമത് നഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ പറയണം, എൻ്റെ ജീവിതം കർത്താവേ നീ ഹല്ലേലൂയ വായ്പ മേടിച്ചതാണ്. ദൈവമേ നീ എനിക്ക് ദാനം നൽകിയതാണ്. ഹല്ലേലൂയ അതുകൊണ്ട് എന്ത് ചെയ്യണം? സദൃശവാക്യം 22:7 പറയുന്നു, കടം മേടിച്ചവൻ കടം കൊടുത്തവന് ദാസനാണ്. അങ്ങനെയെങ്കിൽ ഈ ജീവിതം ദൈവം നമുക്ക് ദാനം തന്നതാണ്. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായെങ്കിലും തീയതാകിലും അതിന് തക്കവണ്ണം ഫലം ദൈവം നമ്മളോട് ചോദിക്കും. കണക്കെഴുത്തിൻ്റെ പ്രമാണി കണക്ക് ചോദിക്കുമ്പോൾ ശരിക്കുത്തരം നൽകുവാൻ നിനക്ക് മനസ്സായില്ല എങ്കിൽ ഹല്ലേലൂയ നീ ലോകത്തിൽ ജീവിച്ചത് മണ്ണിനു ഭാരമായി തീരും. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവം പറയുകയാണ്, ദൈവം ഇത് നമുക്ക് ദാനമായി നൽകിയതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ 9:17 പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഹല്ലേലൂയ ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യാൻ വകയുണ്ടോ? ഹല്ലേലൂയ ഈ ജീവിതം ദൈവം ദാനമായി നൽകിയതാണ്. എങ്ങനെയാണ് ഈ ജീവിതം തന്നത്? വെളിപ്പാട് 7:10 പറയുന്നു, രക്ഷ കുഞ്ഞാടിൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. 2 പത്രോസിൻ്റെ ലേഖനത്തിന് 1:3 പറയുന്നു,
ഈ ജീവനും ഭക്തിയും ദൈവത്തിൻ്റെ ദാനമാണ്. 2 കൊരിന്ത്യർ 4:17 ഇപ്രകാരം പറയുന്നു, പറഞ്ഞു തരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 3:18 പറയുന്നുണ്ട്, മൂടുപടം നീക്കി മുഖത്ത് കർത്താവിൻ്റെ തേജസ് എന്ന ദാനം നൽകിക്കൊണ്ട് അവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിപ്പാൻ അവൻ ഈ ദാനം പ്രത്യാശദാനം. അപ്പോൾ ജീവൻ ദാനം തന്നു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ രക്ഷദാനമായി തന്നു. ഈ ഹോളി സ്പിരിറ്റിന് ദാനമായി നൽകി. ഹല്ലേലൂയ പ്രത്യാശ ദാനമായി നൽകിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ഈ ജീവിതം ദൈവം ദാനം നൽകുമ്പോൾ, പൊടി പണ്ടായിരുന്നതുപോലെ ഈ ഭൂമിയിലോട്ട് ചേരുമ്പോൾ ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലോട്ട് നാം നമ്മുടെ ജീവിതം വായ്പ മേടിച്ചു തരണം. മൂന്നാമതായിട്ട് ഹല്ലേലൂയ സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഈ കോടാലി പറയുകയാണ്, എനിക്കൊരു പരിമിതിയുണ്ട്, എനിക്ക് സ്വന്തമായി എനിക്ക് വെട്ടാനൊക്കത്തില്ല. കാരണം ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം, ഈ കമ്പ് എൻ്റെ മേലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കുവാനൊക്കത്തുള്ളൂ. ഈ കമ്പനിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ യോർദാന്റെ അഗാധ പാപകൂപത്തിലോട്ട് ഞാൻ വീണു പോകും. അതുകൊണ്ട് ഹല്ലേലൂയ മോശ പറഞ്ഞതുപോലെ, കർത്താവേ നിന്റെ സാന്നിധ്യമില്ലാത്തിടത്ത് എന്നെ അയക്കരുത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു പരിമിതിയുണ്ട്. നമ്മുടെ ജീവിതം നാം ഒന്ന് നോക്കണം. 139 സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എവിടെ പോയാലും നീയുണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് പാർത്താൽ അവിടെയുണ്ട്. പാതാളത്തിൽ ഞാൻ കിടക്ക് വിരിച്ചാൽ അവിടെയുണ്ട്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ കാണുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായ ദൈവമേ നീ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്കൊരു പരിമിതിയുണ്ട്. താവ എനിക്ക് സ്വയമായി എനിക്ക് പ്രവർത്തിപ്പാൻ ഒക്കത്തില്ല. നിന്റെ സാന്നിധ്യം നിന്റെ കൃപയും വേണം. നമുക്കറിയാം പത്രോസ് യോഹന്നാൻ 21 അവന് യേശുവിനെ ഹല്ലേലൂയ സകലതും വിട്ട് ഹല്ലേലൂയ അവൻ വീണ്ടും പിന്മാറ്റക്കാരനായി പോയി. മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ കാരണം എന്താണ്? യേശു ഇല്ലാതെ അവൻ മുന്നോട്ട് പോയി. എന്നാൽ യേശു അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, അനുസരിച്ചപ്പോൾ, അനുഗ്രഹമായി അവന് വേണ്ടി ഹല്ലേലൂയ ദൈവം അവൻ അത്ഭുതം ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ പരിമിതിയുടെ നടുവിൽ, ഹല്ലേലൂയ നമ്മുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ, നമ്മുടെ പ്രയാസത്തിൻ്റെ നടുവിൽ, നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. എന്തൊക്കെ പ്രയാസം വന്നോട്ട്, കഷ്ടത വന്നോട്ട്, പ്രയാസം വന്നോട്ട്, താഴ്ച വന്നോട്ട്, വീഴ്ച വന്നോട്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നതുപോലെ, ഞാൻ കഷ്ടതയായാലും എൻ്റെ ജീവിതത്തിൽ ഇടുക്കമായാലും ഞെരുക്കമായാലും ഞാൻ പ്രയാസപ്പെടുന്നില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ദൈവവുമായിട്ട് നമ്മൾ ഒരു ചെയ്യണം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഒന്നിൻ്റെ കൂടെ ഒരു 0 വെച്ച് കഴിഞ്ഞാൽ അതിന് വിലയുണ്ട്. എന്നാൽ 0യുടെ മുന്നിൽ ഹല്ലേലൂയ, പിന്നിൽ ഹല്ലേലൂയ 1 വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ഒരു വിലയുമില്ല. എന്നാൽ വിലയുള്ള ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ മാടി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, കോടാലിയുടെ ഒന്നാമത്തെ ഹല്ലേലൂയ അവസ്ഥ അത് നഷ്ടപ്പെട്ടു. രണ്ടാമത് പറഞ്ഞു, ഞാനത് വായ്പ മേടിച്ചു. മൂന്നാമത് വെച്ചൊരു പരിമിതിയുണ്ട്. എന്നാൽ രണ്ടാമത്തെ വലിയ ചിന്ത ഈ കോടാലിയുടെ ഒരു മാനസാന്തരമാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് മാനസാന്തരം? ഇവൻ വായ്പ മേടിച്ചത് അയ്യോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അവൻ പറയേണ്ടവനോട് പറഞ്ഞു, കാണേണ്ടവനെ കണ്ടു. നമ്മുടെ ആശ്രയം ആരിലാണ്? നമ്മുടെ പ്രത്യാശ ആരിലാണ്? ഹല്ലേലൂയ. റോമാലേഖനം 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാവുകൊണ്ടേറ്റു പറയും, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെടും. ആ രക്ഷയുടെ അനുഭവമുള്ള ദൈവവൈതലേ, യേശു നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ട. കാരണം എന്താണ് അതിൻ്റെ മാനസാന്തരം? അത് ചോദിച്ചു. യേശുവാകുന്ന ആ കൊമ്പ് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടു. ഈശായുടെ കുറ്റിൽ നിന്ന് വന്ന കൊമ്പ്, ജീവവൃക്ഷമാകുന്ന കൊമ്പ്, യോർദാന്റെ അഗാധ കൂപത്തിലോട്ട് അത് എറിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യോർദാനാകുന്ന ഈ പാപകൂപത്തിൽ കിടന്ന നമ്മെ ഒരു കണ്ണിനും ദയ തോന്നാതെ
നിരാശയുടെ നെർച്ചുഴിയിൽ കടന്നപ്പോൾ നമ്മെ തേടി വന്നു. മറ്റുള്ളവർ പലതും പറഞ്ഞു, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇനി ഇവൻ നടക്കത്തില്ല, ഇവൻ്റെ ഓർമ്മ പോയി, ഇവൻ താളടിയായിപ്പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം നമ്മെ കണ്ടു. ഒരു കണ്ട ദൈവം ഹല്ലേലൂയ. ഹഗാർ പറഞ്ഞതുപോലെ എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ. ഹല്ലേലൂയ, അതെത്ര വലുതാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഈ ദൈവം നമ്മോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ നഷ്ടപ്പെട്ട ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അത് എവിടെ വീണു? 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൈവപുരുഷന്റെ ചോദ്യത്തിന് മുന്നിൽ അത് എവിടെ വീണു? ഹല്ലേലൂയ നമ്മോടും ദൈവം ചോദിക്കുന്നു. ഹല്ലേലൂയ ശമരിയക്കാരത്തി സ്ത്രീയോട് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്റെ ഭർത്താവ് എവിടെ? അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല, 1, 2, 3. ഹല്ലേലൂയ യഹൂദനായി കണ്ടു, യജമാനനായി കണ്ടു, പ്രവാചകനായി കണ്ടു. എന്നാൽ മിശിഹായ ക്രിസ്തുവിനെ കാണുവാൻ കാരണം അവളോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെ? നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എണ്ണി. ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ആരാണ് ഇപ്പോഴുള്ളവൻ? ഹല്ലേലൂയ അവിടെ സുക്കാറിന്റെ പട്ടണത്തിന്റെ അതിലേക്കൂടെ ആരിലും പോയി കഴിഞ്ഞാൽ ശമരിയ അവര് ഭർത്താവായി സ്വീകരിക്കാൻ വന്നവളാണ്. എന്നാൽ നട്ടുച്ച വെയിലത്ത് കർത്താവ് പറഞ്ഞു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ആരാണ്? കർത്താവാണ്. യേശു അവിടെ നിൽക്കുന്നു, ഇത് നിന്റെ ഭർത്താവല്ല, നിന്റെ അവൾ പറഞ്ഞു. കലം വെച്ച് മറന്നിട്ട് മിശിഹായ എന്നാൽ ക്രിസ്തുവിനെ കണ്ടിട്ട് അവൾ ഓടി മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ നമ്മോട് ചോദിക്കുന്നു, എവിടെ? ഗേഹസിയെ നീ എവിടെ? വസ്ത്രം സമ്പാദിക്കാനായിട്ട് പോയോ? ആദാമേ നീ എവിടെ? ഹല്ലേലൂയ നമ്മോടും ചോദിക്കുന്നു. ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ പ്രതികരണം യഥാർത്ഥമായി ഹല്ലേലൂയ അവൻ രണ്ടാമതായിട്ട് അവൻ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. എവിടെ ഏതിൽ വീണു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ അവനോട് കാണിച്ചു കൊടുക്കുക. ആ കൊമ്പ് അവിടോട്ട് വെട്ടിയെറിഞ്ഞപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി ഈ കൊമ്പ് പൊങ്ങി വന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ഒരു ജീവിതമല്ലേ? 40-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹല്ലേലൂയ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരകയറ്റി സുസ്ഥിരമായൊരു പാറയിൽ നിർത്തി. കാരണം ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ രണ്ടാമതായിട്ട് ഈ കോടാലിയുടെ മാനസാന്തരം എന്താണ്? അതെവിടെ വീണു എന്ന് അത് ഏറ്റു പറഞ്ഞു. അത് ആ സ്ഥലം അവനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം സർവപാപവും പോക്കി ശുദ്ധീകരിക്കും. നമ്മെ തേടി വന്ന് നമ്മുടെ അടുക്കൽ വന്ന് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മെ തേടി വരുന്ന സ്നേഹം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ, സമയം മുന്നോട്ട് പോയല്ലോ. ഹല്ലേലൂയ ഈ കോടാലിക്ക് ഒരു നിശബ്ദമായ സാക്ഷ്യമുണ്ട്. എന്തുവാണ് ആ സാക്ഷ്യം? ഹല്ലേലൂയ അത് വിളിച്ചു പറയും. ഈ യോർദാന്റെ അഗാധ കൂപത്തിൽ ഇരുമ്പായ ഈ കോടാലിക്ക് ഈ ഉപ്പിനോട് ചേർന്ന് ദ്രവിച്ച് ഹല്ലേലൂയ അത് ആ ചെളിക്കൂണ്ടിൽ കിടക്കേണ്ടതായിരുന്നു. എന്നാൽ എന്നെ തേടി വന്നു. ആ തേടി വന്ന ഒരു ദൈവസ്നേഹം. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ വിളിച്ചു പറയും, ഹല്ലേലൂയ എന്നെ രക്ഷിച്ചതായൊരു നിശബ്ദ സാക്ഷ്യം എന്നെ ഇത് ഒട്ടിച്ചേർത്തു. അങ്ങനെയെങ്കിൽ ഈ ഒട്ടിച്ചേർത്തതായുള്ള അതിനോട് ചേർന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കോടാലിക്ക് പ്രവർത്തിക്കുവാനായി സാധിച്ചു. കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും പ്രവർത്തിപ്പാൻ സാധ്യമല്ല എന്ന് ദൈവവചനം നമ്മളെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. വെള്ളത്തിൽ വീണ കോടാലിയുടെ ഹല്ലേലൂയ ആത്മീകമായ അർത്ഥം ഹല്ലേലൂയ ഇന്ന് പകലിൽ നാം കേട്ട് കഴിഞ്ഞു. നഷ്ടപ്പെട്ട കോടാലി അത് നമ്മുടെ ജീവിതമാണ്. ഹല്ലേലൂയ യോർദാൻ നദീ തീരം ഈ ലോകത്തിൻ്റെ പാപമാണ്. വെള്ളത്തിൻ കുമിള പോലും മിന്നിത്തിളങ്ങുന്ന ഈ ജലീക സുഖങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ ഹല്ലേലൂയ
യാശാലശൂനെയും കാര്യത്തിൽ പറഞ്ഞതുപോലെ എൻ പ്രിയനെ പോൽ സുന്ദരനായി വേറെ ആരെയും ഞാൻ കാണുന്നില്ല. എനിക്കെന്ത് ലോകത്ത് നേടിയാലും എനിക്കതൊന്നും വേണ്ട, എൻ്റെ പ്രിയനെ മാത്രം മതി. അവനുമായിട്ട് ഞാനൊരു ഉഭയസമ്മതം ചെയ്തിരിക്കുന്നു. യോർദാൻ്റെ നദീതീരങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന പലതും കണ്ടിരിക്കാം. എനിക്കതൊന്നും വേണ്ട. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എന്നേക്ക് വേണ്ടി മുറിക്കപ്പെട്ടൊരു കുമ്പുണ്ട്. ഇന്നേക്ക് 26 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയാമിൽ കൂടി ജാതനായ കരുണാമയനായ ക്രിസ്തുദേവൻ യെരുശലേമിൽ യഹൂദ ശമരിലൊക്കെ സഞ്ചരിച്ച് നാനാവിധ രോഗികളെ സൗഖ്യമാക്കി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ ഞാൻ ഇന്ന് തുലനം ചെയ്യുന്നു. ദൈവമേ, ഈ നഷ്ടപ്പെട്ട കോടാലി ഹല്ലേലൂയ, ഇത് ഞാൻ ദൈവത്തിൻ്റെ വായ്പ മേടിച്ചാണ് എൻ്റെ ജീവിതം തിരികെ കൊടുക്കണം. കർത്താവ്, എനിക്കൊരു പരിമിതിയുണ്ട്, എനിക്ക് സ്വയമേ പ്രവർത്തിപ്പാനൊക്കത്തില്ല. കർത്താവ്, അതുകൊണ്ട് എന്നെ തേടി വന്ന ദൈവമേ, നീ എന്നെ രൂപാന്തരപ്പെടുത്തി, എന്നെ നീ മാനസാന്തരപ്പെടുത്തി. ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ ഇവിടെ വീണു ആ സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറയുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. അങ്ങനെയെങ്കിൽ എൻ്റെ കുറവുകളെ ഹല്ലേലൂയ നിറവുകളാക്കുവൻ, എൻ്റെ താഴ്ചയെ ഉയർച്ചയാക്കുവൻ, എൻ്റെ പരാജയത്തെ വിജയമാക്കിയ ഹല്ലേലൂയ ദൈവമുണ്ട്. കോരഹപുത്രന്മാർ പറഞ്ഞു, ഈ ദൈവം എന്നും എന്നേക്കും അവൻ എൻ്റെ ദൈവമാണ്, അവൻ എന്നെ ജീവപര്യന്തം നിർത്തും. അവൻ മാറാത്തൊരു ദൈവം, മറക്കാത്തൊരു ദൈവം, മാറിയുടെ അനുഭവം മധുരമാക്കി തീർക്കുന്ന ദൈവം. അതൊരു നിശബ്ദ സാക്ഷ്യമുണ്ട്. ദൈവമേ, യോർദാൻ്റെ തീരത്ത് എന്നെ രക്ഷിച്ച ദൈവമേ, എൻ്റെ ജീവിതത്തിൽ രോഗമായാലും ദുഃഖമായാലും ഭാരമായാലും പ്രയാസമായിരുന്നാലും കർത്താവിൽ നിന്നയായും പരിഹാസമായിരുന്നാലും ഞാനാവുന്ന ഇടങ്ങളിൽ എൻ്റെ ദൈവത്തെ ഞാൻ സാക്ഷീകരിക്കും. ഈ നടുവിൽ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തുലനം ചെയ്യാം. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് ഈ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ ദൈവം തന്നൊരു പാട്ട് നമുക്ക് സമർപ്പണമായിട്ട് പാടാം. എന്തുള്ളു യോഗ്യതായൻ ദൈവമേ, എന്തുള്ളു യോഗ്യത, യോഗ്യത ഏതുമില്ല, നിൻ കൃപ ഒന്നു മാത്രം, യോഗ്യത ഏതുമില്ല, നിൻ കൃപ ഒന്നു മാത്രം. പാപിയാമെന്നെ പരിശുദ്ധനാക്കിയ നിൻ കൃപ ഒന്നു മാത്രം. അപ്പാ, നിൻ കൃപ ഒന്നു മാത്രം, നിൻ കൃപ ഒന്നു മാത്രം. പൂരമ്പറമ്പിൽ കിടന്ന എന്നെ മാനപാത്രമാക്കാൻ എന്തുള്ളു യോഗ്യത, അപ്പാ എന്തുള്ളു യോഗ്യത. കാട്ടൂലി വായായ നല്ലോലി വാക്കിടാൻ എന്തുള്ളു യോഗ്യത, അപ്പാ എന്തുള്ളു യോഗ്യത, നിന്ദയ ഒന്നു മാത്രം, നിന്ദയ ഒന്നു മാത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന സാദരം ക്ഷണിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഹല്ലേലൂയ നിങ്ങളുടെ എളിയ സഹോദരൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാ